അപ്പം നമുക്ക് ടി എം എസ് ഫാമിലിയുടെ ജനറൽ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ടി എം എസ് ഫാമിലി കൺസിസ്റ്റ് ഓഫ് ഫിക്സ്ഡ് പോയിൻറ്റ്, ഫ്ലോട്ടിംഗ് പോയിൻറ്റ്, മൾട്ടി പ്രോസസ്സർ ഡി എസ് പിസ് ആൻഡ് ഫിക്സ്ഡ് പോയിൻറ്റ് ഡി എസ് പി കൺട്രോളേഴ്സ്. ഇതിനകത്ത് റേഞ്ച് ഓഫ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഗോട്ട് വെരി ഫ്ലെക്സിബിൾ ഇൻസ്ട്രക്ഷൻ സെറ്റ്, ഇൻഹെറൻറ്റ് ഓപ്പറേഷണൽ ഫ്ലെക്സിബിലിറ്റി, ഹൈ സ്പീഡ് പെർഫോമൻസ്, ഇന്നോവേറ്റീവ് പാരലൽ ആർക്കിടെക്ചർ, കോസ്റ്റ് എഫക്റ്റീവ്നെസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഭയങ്കര ആപ്ലിക്കേഷൻ ലെവലുള്ള കൈൻഡ് ഓഫ് ഡി എസ് പി പ്രോസസ്സറാണ് ഈ TMS 320 ഫാമിലി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ കൺട്രോളിങ് ഓഫ് മോട്ടേഴ്സ്. പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോട്ടേഴ്സിൻ്റെ കൺട്രോളിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദിസ് ടൈപ്പ് ഓഫ് പ്രോസസ്സസ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത്, ഇതിനകത്ത് ഒരു ഡേറ്റ ബസ്സുണ്ട്, പ്രോഗ്രാം ബസ്സുണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ബസ്സുണ്ട്, അതുപോലെ തന്നെ പെരിഫറൽ ബസ്സുണ്ട്. ഓരോരോ കാര്യത്തിനും സെപ്പറേറ്റ് ബസ്സസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. എന്തൊക്കെ ടൈപ്പ് ഉണ്ട്? ഡേറ്റ ബസ്സുണ്ട്, പ്രോഗ്രാം ബസ്സുണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ബസ്സുണ്ട്, അതുപോലെ തന്നെ പെരിഫറൽ ബസ്സസ് ഉണ്ട്. പിന്നെ ഇത് അവർ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഡിസൈൻ ഓഫ് റോബസ്റ്റ് കൺട്രോളേഴ്സ് ഫോർ എ ന്യൂ ഡിസൈൻ ഓഫ് ഇൻഎക്സ്പെൻസീവ് മോട്ടോഴ്സ് സച്ചസ് AC, ഇൻഡക്ഷൻ, DC, പെർമനൻറ്റ് മാഗ്നറ്റ്, സ്വിച്ച്ഡ് റിലക്റ്റൻസ് മോട്ടോഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, കൂടുതലും ഇത് മോട്ടേഴ്സിൻ്റെ കൺട്രോളിനാണ് യൂസ് ചെയ്യുന്നത്. സോ കുറേ ടൈപ്പ് ഓഫ് സ്പീഡ് കൺട്രോൾ ഓഫ് ബ്രഷ്ലെസ് മോട്ടേഴ്സ്, എനർജി സേവിങ് ത്രൂ വേരിയബിൾ സ്പീഡ് കൺട്രോൾ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഏതെങ്കിലും ഒരു 2-3 ആപ്ലിക്കേഷൻസ് ഇതിൻ്റെ പഠിച്ചു വെക്കാം. മെയിൻലി ഏതെങ്കിലും മോട്ടേഴ്സിൻ്റെ കൺട്രോളിനായിരിക്കും ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇറ്റ് ഗോട്ട് എ ഹൈ സ്പീഡ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഇതിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ സ്പീഡായിരിക്കും, വിച്ച് അലൗസ് ദി ഡിസൈനർ ടു പ്രോസസ് അൽഗോരിതം ഇൻ റിയൽ ടൈം റാദർ ദാൻ അപ്രോക്സിമേറ്റ് റിസൾട്ട്സ് വിത്ത് ലുക്കപ്പ് ടേബിൾ. ഓക്കെ, അത് റിയൽ ടൈമിൽ തന്നെ ഇറ്റ് വിൽ അലൗ ദ ഡിസൈനർ ടു പ്രോസസ് അൽഗോരിതംസ്. മറ്റേതൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ലുക്കപ്പ് ടേബിൾ നോക്കി എഴുതി ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും കുറേ ടൈം എടുക്കില്ലേ, അത്രയൊന്നും എടുക്കാതെ ഭയങ്കര സ്പീഡിൽ നമുക്ക് സിഗ്നൽ പ്രോസസ്സിംഗ് എല്ലാം നടത്താൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു സ്പീഡ് കൺട്രോൾ ഓഫ് എ മോട്ടർ ആണെങ്കിൽ അത് റിയൽ ടൈം വി ആർ ടേക്കിംഗ് ദി സ്പീഡ് വാല്യൂസ് ആൻഡ് വി ആർ പ്രോസസ്സിങ് ഇറ്റ്. നമ്മൾ എന്തിനാണോ ആ സ്പീഡ് വേറെ എന്തെങ്കിലും ഇൻപുട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ആ സിഗ്നൽ പ്രോസസ്സ് ചെയ്തിട്ട് വേണമല്ലോ ഇട്ട് കൊടുക്കാൻ. ചിലപ്പോൾ ആ സിഗ്നലിന് എന്ത് ചെയ്യണം, ആ വരുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എൻ അനലോഗ് സിഗ്നൽ. അതിനെ വരുന്ന ഡേറ്റാസിനെ കളക്ട് ചെയ്യുന്നു, അതിനെ ഡിജിറ്റലൈസ് ചെയ്യുന്നു, ഡിജിറ്റലൈസ് ചെയ്തിട്ട് അത് സ്പീഡ് ഡേറ്റാസിനെ വേറെ എവിടെയെങ്കിലേക്കും നമുക്ക് ആ സ്പീഡ് ചിലപ്പം വേറെ എന്തിൻ്റെങ്കിലും ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടതായിരിക്കാം. സോ നമ്മൾ അങ്ങോട്ട് പാസ് ചെയ്യുന്നു. സോ ഓൾ ദീസ് പ്രോസസ് ഹാപ്പനിങ് ക്വിക്ക് സെക്കൻഡ്സ്. ഓക്കെ, ഭയങ്കര സ്പീഡിൽ എല്ലാ പ്രോസസ്സിങ് നടത്തും. ഇനി ഇതിനകത്ത് കുറേ ഞാൻ പറഞ്ഞു സെപ്പറേറ്റ് ബസ്സസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെ ബസ്സസാണ് ഉള്ളത്? പെരിഫറൽ ബസ്സുണ്ട്, അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ബസ്സസ് ഉണ്ട്, പ്രോഗ്രാം ബസ്സസ് ഉണ്ട്, ഡേറ്റ ബസ്സസ് ഉണ്ട്. ഈ പെരിഫറൽസിൽ എന്തൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ടൈമേഴ്സ് വരും, സീരിയൽ കമ്മ്യൂണിക്കേഷൻ പോർട്സ്, അത് SCIയും SPIയും, ദെൻ ADC അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, ഇവൻറ്റ് മാനേജർ, സിസ്റ്റം പ്രൊട്ടക്ഷൻ സച്ചസ് വാച്ച് ഡോഗ് ടൈമേഴ്സ്, CAN കൺട്രോളർ. ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ പെരിഫറൽ ഡിവൈസസിൽ വരുന്നത്. ഞാൻ ഇതൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞോളൂ. എൻ്റെ ഈ ക്ലാസ്സിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ആർക്കിടെക്ചർ ഭയങ്കര സിമ്പിളായിട്ട് എങ്ങനെ പഠിക്കാം, അതൊരു വലിയൊരു ഫിഗർ അല്ലേ, അത് എങ്ങനെ സിമ്പിളായിട്ട് പഠിക്കാം എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ലക്ഷ്യം. ഓക്കെ, നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ, എനിക്ക് പറഞ്ഞു തരാൻ മാത്രമേ പറ്റുള്ളൂ. സോ ഇതാണ് നമ്മളുടെ ആർക്കിടെക്ചർ. ഇതിൻ്റെ ഒരു PPT ഒക്കെ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു, അതിലും ഇതേ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് വെച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ, നിങ്ങൾക്കത് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ ടെക്സ്റ്റ് ഞാൻ അയച്ചു തന്നിട്ടുണ്ട്, അത് നോക്കുക കേട്ടോ. ഒരു ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ദി ഫിഗർ ഫോർ ദ ആർക്കിടെക്ചർ ഓഫ് ദി സിസ്റ്റം. നമുക്ക് ഇതിനെ പാർട്ട് ബൈ പാർട്ടായിട്ട് പഠിക്കാം, എല്ലാം കൂടെ ഒരുമിച്ച് വരയ്ക്കാം. നിങ്ങൾ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഈ പടം എല്ലാവരും വരച്ചിട്ടുണ്ട് എക്സാമിന്, പക്ഷേ ഇതൊക്കെ എത്ര പേര് പഠിച്ചിട്ട് വരച്ചു എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് ഇത് പഠിക്കണം. സോ അതുകൊണ്ട് തന്നെ നമുക്കിത് അതിനെ ഒന്ന് പഠിച്ചെടുക്കാം. ഓക്കെ, പാർട്സ് ആയിട്ട് പഠിച്ചെടുക്കാം. ഞാൻ ഈ താഴത്ത് നിന്ന് തുടങ്ങുകയാണേ, ലോവർ ബസ് ഇവിടുന്ന് തുടങ്ങുകയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു
ഇതിനകത്ത് എത്ര ടൈപ്പ് ഓഫ് ബസ്സസ് ഉണ്ട്? പ്രോഗ്രാം ബസ് ഉണ്ട്, ഡേറ്റ ബസ് ഉണ്ട്, പെരിഫറൽ ബസ് ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ബസ് ഉണ്ട്. അപ്പം നമ്മുടെ ഏറ്റവും താഴെ എന്ന് പറയുന്നത് പെരിഫറൽ ബസ്സാണ്. കണ്ടോ? പെരിഫറൽ ബസ്സിലേക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു പെരിഫറൽ ബസ്സസ് കണക്റ്റഡ് ടു, അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? പെരിഫറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പുറം ലോകവുമായിട്ടുള്ള കണക്ട് ചെയ്യേണ്ട സംഭവമല്ലേ. അപ്പം ദാറ്റ് ബസ് ഇസ് കണക്റ്റഡ് ടു ഡെഫിനറ്റ്ലി ഒരു A to D കൺവേർട്ടർ അവിടെ ഉണ്ടായിരിക്കും അല്ലേ. സീരിയൽ പെരിഫറൽ ഇൻ്റർഫേസ്. ഓക്കെ, ആ പെരിഫറൽ ഇൻ്റർഫേസ് ഉണ്ട്, ഒരു 10-bit ADC ഉണ്ട്, സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫേസ് ഉണ്ട്, വാച്ച് ഡോഗ് ടൈമർ ഉണ്ട്, CAN ഉണ്ട്. ഇത്രയും കാര്യങ്ങളുമായിട്ടായിരിക്കും നമ്മുടെ പെരിഫറൽ ബസ് കാണുക. സോ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളുടെ പെരിഫറൽ ബസ്സാണ്. ദാറ്റ് പെരിഫറൽ ബസ് ഇൻക്ലൂഡ്സ് എന്തൊക്കെയുണ്ട്? ADC, that is 10-bit ADC, serial peripheral interface, serial communication interface, watchdog timer, CAN. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് നോക്കിയാൽ മതി. എന്തെങ്കിലും ഇൻ്റർഫേസ് ചെയ്യാനുള്ളതാണ്. പെരിഫറൽ ഇൻ്റർഫേസ്, വാച്ച് ഡോഗ് ടൈമർ, CAN, പിന്നെന്താണ് നമ്മളുടെ A to D കൺവേർട്ടർ, സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫേസ്. ഇത്രയും സംഭവങ്ങൾ എന്തുമായിട്ട്? ഈ 5 സാധനങ്ങൾ നമ്മുടെ പെരിഫറൽ ബസ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പെരിഫറൽ ബസ് വരയ്ക്കുക, അതിലേക്ക് ഈ 5 ബോക്സസ് വരയ്ക്കുക. ഓക്കെ, ഈ 5 ബോക്സസും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്, ബൈ ഡയറക്ഷനിലാണ്. കണ്ടോ? ഈ ആരോസ് എല്ലാം പെരിഫറൽ ബസ്സിലോട്ടും ഈ ബോക്സസിലോട്ടും ബോക്സസിൽ നിന്ന് പുറത്തോട്ടുമുള്ള ആരോസ് എല്ലാം തന്നെ ബൈ ഡയറക്ഷനിലാണ്. ഓക്കെ, ദെൻ ഈ പെരിഫറൽ ബസ്സിന് നമ്മളുടെ ഇപ്പം പുറത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ കിട്ടി. ഇപ്പോൾ ഒരു അനലോഗ് സിഗ്നൽ വരുന്നുണ്ട്, അത് നമ്മുടെ പെരിഫറൽ ബസ്സിൽ ഇരിക്കുന്നുണ്ട്, അത് നമ്മളുടെ സിസ്റ്റത്തിലേക്ക് കൊടുക്കണം. സോ സിസ്റ്റത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഈ പെരിഫറൽ ബസ്സിന് അനലോഗ് സിഗ്നലിനെ ഡിജിറ്റലാക്കി മാറ്റി ഇനി അത് സിസ്റ്റത്തിലേക്ക് ഇൻ്റർഫേസ് ചെയ്യാൻ എന്ത് വേണം? വി നീഡ് എ സിസ്റ്റം ഇൻ്റർഫേസ് മോഡ്യൂൾ. അത് സിസ്റ്റവുമായിട്ട് ഇൻ്റർഫേസ് ചെയ്യാൻ, സിസ്റ്റവുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദ പെരിഫറൽ ബസ് ഇസ് കണക്റ്റഡ് വിത്ത് ടു ദി CPU. സോറി, CPU അല്ല, നമ്മൾ ഡേറ്റാ ബസ്സുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. സോ ദ പെരിഫറൽ ബസ്സിന് നമ്മുടെ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യാൻ ഒരു സിസ്റ്റം ഇൻ്റർഫേസ് മോഡ്യൂൾ ഉണ്ട്. സിസ്റ്റം ഇൻ്റർഫേസ് മോഡ്യൂളിൽ തന്നെ 3 ഇൻപുട്ട്സ് ഉണ്ട്. അതായത് ഇൻട്രപ്റ്റ്സ് ഉണ്ട്, ഡിജിറ്റൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഉണ്ട്, റീസെറ്റ് ഉണ്ട്. ഓക്കെ, റീസെറ്റ് മാത്രം ബൈ ഡയറക്ഷനിലല്ല, റീസെറ്റ് മാത്രം അങ്ങോട്ട് കൊടുക്കുന്നേ ഉള്ളൂ, സിസ്റ്റം ഇൻ്റർഫേസിലേക്ക് കൊടുക്കാനുള്ളതാണ്. ബാക്കി അതിൽ നിന്നും ഇൻട്രപ്റ്റ്സ് പോകുന്നുണ്ട്, ഡിജിറ്റൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പോകുന്നുണ്ട്, റീസെറ്റ്. ഓക്കെ, പിന്നെ ഒരു ക്ലോക്ക് മോഡ്യൂളുണ്ട്. ക്ലോക്ക് മോഡ്യൂളിലും അത് നമ്മുടെ പ്രോഗ്രാം കൗണ്ടറിലോട്ട് പോകുന്നത്, അത് പിന്നെ പറയാം. സോ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം നമ്മളുടെ ഒരു 5 ബ്ലോക്സ് ഉണ്ട്. നമ്മുടെ പെരിഫറൽ ബസ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന 5 ബ്ലോക്സ്. ആ പെരിഫറൽ ബസ് ഇസ് കണക്റ്റഡ് ടു ദ സിസ്റ്റം ത്രൂ എ സിസ്റ്റം ഇൻ്റർഫേസ് മോഡ്യൂൾ. സിസ്റ്റം ഇൻ്റർഫേസ് മോഡ്യൂളിൽ എന്തൊക്കെയുണ്ട്? ഇൻട്രപ്റ്റ്സ് ഉണ്ട്, ഡിജിറ്റൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഉണ്ട്, റീസെറ്റ് ഉണ്ട്, പിന്നെ ഒരു ക്ലോക്ക് മോഡ്യൂളാണ് കൊടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ സിസ്റ്റം ഇൻ്റർഫേസ് മോഡ്യൂളിനെ നമ്മളുടെ ഡേറ്റാ ബസ്സുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, സോ യു ക്യാൻ സി എ ഡേറ്റാ ബസ്. ഇതെല്ലാമാണ് ഡേറ്റാ ബസ്. ഇങ്ങനെ ഒരു C തിരിച്ചിട്ടാൽ വരയ്ക്കുന്ന പോലെ ഒരു ഡേറ്റാ ബസ് വരയ്ക്കുക. സോ സിസ്റ്റം ഇൻ്റർഫേസ് മോഡ്യൂളിൽ നിന്ന് ബൈ ഡയറക്ഷണൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റാസ് പാസ് ചെയ്യുന്നുണ്ട്, അത് ഡേറ്റാ ബസ്സിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഫ്രം ദ ഡേറ്റാ ബസ് എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? നമ്മളുടെ CPU-യിലേക്കാണ് പോകുന്നത്. C2XX CPU എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നുണ്ടോ? സോ ഡേറ്റാ ബസ്സിൽ നിന്ന് ഈ സംഭവം എല്ലാം കൂടെ ഒരു CPU-യിലോട്ട് പോവുകയാണ്. CPU-യിൽ കുറച്ച് രജിസ്റ്റേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, അവിടെയാണ് നമ്മളുടെ അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഉള്ളത്. മെമ്മറി മാപ്ഡ് രജിസ്റ്റേഴ്സ്, ഓക്സിലറി രജിസ്റ്റേഴ്സ്, അക്യുമുലേറ്റർ, ട്രഗ്, പ്രഗ്, പ്രോഡക്റ്റ് ഷിഫ്റ്റർ, ഔട്ട്പുട്ട് ഷിഫ്റ്റർ, ഇൻപുട്ട് ഷിഫ്റ്റർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, ഇതെല്ലാം തന്നെ നമ്മളുടെ CPU-യിലാണ് ഉള്ളത്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ഉള്ളത്? സോ ഡേറ്റാ ബസ്സിൽ നിന്ന് വരുന്ന ഡേറ്റ നമ്മളുടെ CPU-യിലേക്ക് പോവുകയാണ്. CPU-യിൽ കുറേ രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. എന്തൊക്കെ രജിസ്റ്റേഴ്സ്? നമുക്ക് കുറേ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഇൻപുട്ട് ഷിഫ്റ്റർ, ഔട്ട്പുട്ട് ഷിഫ്റ്റർ, ദെൻ പ്രോഡക്റ്റ് ഷിഫ്റ്റർ. 3 ഷിഫ്റ്റേഴ്സ് പഠിച്ചു. പിന്നെ ട്രഗ്, പ്രഗ്. ഓക്കെ, പിന്നെ പഠിക്കാനുള്ളത് ഒരു ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ ഒരു രജിസ്റ്റർ ഉണ്ടാവുമല്ലോ. സോ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഉണ്ട്. പിന്നെ അക്യുമുലേറ്റർ ഉണ്ടായിരിക്കും. വാല്യൂസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന അക്യുമുലേറ്ററിലല്ലേ, അത് അക്യുമുലേറ്റർ രജിസ്റ്റർ ഉണ്ട്. പിന്നെ സ്റ്റാറ്റസ് ആൻഡ് കൺട്രോൾ രജിസ്റ്റേഴ്സ്, സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ കറണ്ട് ബിറ്റിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാനുള്ള. ദെൻ ഓക്സിലറി രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അത് നമ്മൾ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് പഠിച്ചപ്പോൾ പറഞ്ഞു. ഓക്സിലറി രജിസ്റ്റേഴ്സിലോട്ട് സേവ് ചെയ്യുന്നതാണത്. സോ കുറച്ച് ഓക്സിലറി രജിസ്റ്റേഴ്സ് ഉണ്ട്, മെമ്മറി മാപ്ഡ് രജിസ്റ്റേഴ്സ് ഉണ്ട്, ദെൻ ഓക്സിലറി രജിസ്റ്റർ അരിത്തമാറ്റിക് യൂണിറ്റ്, ദാറ്റ് ഇസ് ARAU ഉണ്ട്, ഒപ്പം മൾട്ടിപ്ലയർ ഉണ്ട്.
അപ്പം ഇത്രയാണ് നമ്മളുടെ CPU-ലുള്ളത്. സോ പെരിഫറൽ ബസ്സിൽ നിന്നും നമ്മൾ സിസ്റ്റം ഇൻ്റർഫേസ് ചെയ്തിട്ട് ഡേറ്റാ ബസ്സിലെത്തി, ഡേറ്റാ ബസ്സിൽ നിന്നും നമ്മൾ CPU-ലെത്തി. ഓക്കെ, ദെൻ ദിസ് CPU എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദി പ്രോഗ്രാം കൺട്രോളർ. ഓക്കെ, this CPU module bidirectionally it is connected to a program controller. പ്രോഗ്രാം കൺട്രോളറിന് 3 ഇൻപുട്ടുകളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മെമ്മറി കൺട്രോൾ ഉണ്ട്, ഇൻട്രപ്റ്റ് ഉണ്ട്, ഇനിഷ്യലൈസേഷൻ ഉണ്ട്. ഇവിടെ സിസ്റ്റം ഇൻ്റർഫേസിലും ഇൻട്രപ്റ്റ് ഒരു ഇൻപുട്ടായിട്ട് വരുന്നുണ്ട്. സോ ഹിയർ ഓൾസോ 3 ഇൻപുട്ടുകളാണുള്ളത്. പ്രോഗ്രാം കൗണ്ടേഴ്സ് CPU-ന്ന് പ്രോഗ്രാം കൺട്രോളറിലേക്ക് പോവാണ്. അവിടെ മെമ്മറി കൺട്രോൾ ഉണ്ട്, ഇൻട്രപ്റ്റ്സ് ഉണ്ട്, ഇനിഷ്യലൈസേഷൻ ഉണ്ട്. ആ പ്രോഗ്രാമിന് ഇനിഷ്യലൈസ് ചെയ്യണമല്ലോ, ഇനിഷ്യൽ വാല്യൂ കൊടുക്കണമല്ലോ, ഇനിഷ്യലൈസേഷൻ നടത്തുന്നുണ്ട്. പിന്നെ ഇത് എപ്പോഴെങ്കിലും ഈ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഒരു ഇൻട്രപ്റ്റ്സ് വഴിയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു സബ് റുട്ടീൻ കോൾ ചെയ്യണമെങ്കിൽ, അതായത് വേറൊരു പ്രോഗ്രാം അതിനുള്ളിൽ കോൾ ചെയ്യണമെങ്കിലൊക്കെ ഒരു ഇൻട്രപ്റ്റ്സ് വേണം. ദെൻ മെമ്മറി കൺട്രോളർ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രോഗ്രാം കൺട്രോളറിലോട്ടുള്ളത്. ദിസ് പ്രോഗ്രാം കൺട്രോളർ ഇസ് കണക്റ്റഡ് ടു എ പ്രോഗ്രാം ബസ്. ഓക്കെ, അപ്പം നമ്മളുടെ പെരിഫറൽ ബസ്സിൽ നിന്നും സിസ്റ്റം ഇൻ്റർഫേസ് ചെയ്തു, ഡേറ്റാ ബസ്സിലെത്തി, ഡേറ്റാ ബസ് നമ്മളുടെ CPU-ലെത്തി. CPU-ൽ കുറേ രജിസ്റ്റേഴ്സ് ഉണ്ട്, അതെല്ലാം എഴുതണം. ദെൻ CPU-ൽ നിന്ന് നമ്മളുടെ പ്രോഗ്രാം കൺട്രോളറിലേക്ക് പോയി, പ്രോഗ്രാം കൺട്രോളറിൻ്റെ ഇൻപുട്ടുകളൊക്കെ പറഞ്ഞു. അതിനുശേഷം ദ പ്രോഗ്രാം കൺട്രോളർ ഇസ് കണക്റ്റഡ് ടു ദി പ്രോഗ്രാം ബസ്. ഓക്കെ, സോ ഫ്രം ദി പ്രോഗ്രാം ബസ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദി മെമ്മറി. ഏതൊക്കെ മെമ്മറിയാണെന്ന് കണ്ടോ? ROM ഓർ ഫ്ലാഷ് EEPROM, DARAM, അത് തന്നെ 2 ഉണ്ട്. 2 ടൈപ്പ് ഓഫ് മെമ്മറി അല്ലേ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, റാമും റോമും ഉണ്ട്. അതിൽ ഡയറക്റ്റ് ആക്സസ് റാം തന്നെ B0 ഉണ്ട്, B1 B2 ഉണ്ട്. അപ്പം 3 ബ്ലോക്കുകൾ വരയ്ക്കാം മെമ്മറിയിലേക്ക്. ഒന്ന് റോം, പിന്നെ 2 റാം എന്ന് പറയുന്നത് B0 പോയിന്റിലുണ്ട്, B1 ഓർ B2 ബിറ്റിലുണ്ട്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് നമ്മളുടെ, ഇപ്പം നമ്മൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. പെരിഫറൽ ബസ്സിൻ്റെ ഒക്കെ സീരിയൽ സിസ്റ്റം ഇൻ്റർഫേസ് ചെയ്തു, CPU പറഞ്ഞു, പ്രോഗ്രാം കൺട്രോളർ പറഞ്ഞു, പ്രോഗ്രാം ബസ് പറഞ്ഞു. ദാറ്റ് പ്രോഗ്രാം ബസ് ഇസ് കണക്റ്റഡ് ടു ദി മെമ്മറി. അഗെയിൻ ദിസ് മെമ്മറി ഈസ് കണക്റ്റഡ് ടു ദി ഡേറ്റാ ബസ്. ദാറ്റ് ഇസ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ഡേറ്റാ ബസ് ഒരു C പോലെയാണ് നമ്മൾ വരച്ചേക്കുന്നത്. ആ ഡേറ്റാ ബസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഈ മെമ്മറിയും കണക്ട് ചെയ്യുക. എല്ലാം ബൈ ഡയറക്ഷനിലാണ് കേട്ടോ. ഇവിടെ കുറച്ച് ആ റീസെറ്റ് പിന്നുകൾ മാത്രമേ നമ്മുടെ സിങ്കിളായിട്ട് വരുന്നുള്ളൂ. ആ സിങ്ക് പുറത്തോട്ട് ഔട്ട്പുട്ട് പോകാത്തത് ഈ റീസെറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ബൈ ഡയറക്ഷനിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ പോകുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടിയേ ഉള്ളൂ. ദാറ്റ് ഈസ്, ഈ ഡേറ്റാ ബസ്സിൽ നിന്നും ഒരു 4 ബ്ലോക്ക് പോകുന്നുണ്ട്. ഒന്നാമത്തത് JTAG ടെസ്റ്റ് ബാർ എമുലേഷൻ. ദെൻ എക്സ്റ്റേണൽ മെമ്മറി ഇൻ്റർഫേസ്. എന്തെങ്കിലും എക്സ്റ്റേണൽ മെമ്മറി ഒക്കെ കണക്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു പോയിന്റിലാണ് നമ്മൾ 41 പിന്നിൽ കണക്ട് ചെയ്യുക. ദെൻ സോഫ്റ്റ്വെയർ വെയിറ്റ് സ്റ്റേറ്റ് ജനറേറ്റർ. ഓക്കെ, ഒരു വെയിറ്റ് എന്തെങ്കിലും ജനറേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു പോർട്ട് വേണമല്ലോ, അതാണിത് സോഫ്റ്റ്വെയർ വെയിറ്റ് സ്റ്റേറ്റ് ജനറേറ്റർ. ദെൻ ഇവൻറ്റ് മാനേജറിൽ തന്നെ 3 ഉണ്ട്. ജനറൽ പർപ്പസ് ടൈമേഴ്സ് ഉണ്ട്, കമ്പയർ യൂണിറ്റ്സ് ഉണ്ട്, ക്യാപ്ചർ ഓർ ക്വാഡ്രേച്ചർ എൻകോഡർ പൾസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഡേറ്റാ ബസ്സിൽ നിന്ന് പോകുന്നത്. ഡേറ്റാ ബസ്സിൽ നിന്ന് 4 ബ്ലോക്കുകളാണുള്ളത്. ഒന്ന് ഇവൻറ്റ് മാനേജറിൻ്റെ ബ്ലോക്ക്. ഇവൻറ്റ് മാനേജറിൽ തന്നെ എന്തെങ്കിലും കുറച്ച് ടൈമേഴ്സ് ഉണ്ട്, കമ്പയർ യൂണിറ്റ്സ് ഉണ്ട്, QEP ഉണ്ട്, ദെൻ എമുലേഷൻ ഉണ്ട്, എക്സ്റ്റേണൽ മെമ്മറി ഇൻ്റർഫേസ് ഉണ്ട്, സോഫ്റ്റ്വെയർ വെയിറ്റ് സ്റ്റേറ്റ് ജനറേറ്റർ ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ആർക്കിടെക്ചറിലുള്ളത്. അപ്പോൾ ഈ ആർക്കിടെക്ചർ നന്നായിട്ട് പഠിക്കുക കേട്ടോ.